തിരുവനന്തപുരം പരിധിയിൽ ഓപ്പറേഷൻ ആഗ് ഡി ഹണ്ട് പരിശോധനകളെ തുടർന്ന് ഇന്ന് 10 പേർ പിടിയിൽ. ആയുധങ്ങൾ കൈവശം വെച്ചതിന് 4 പേരും ലഹരി കൈവശം വെച്ചതിന് 6 പേരും അറസ്റ്റിലായി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട്. അഖിൽ ഷാ, ദിവസങ്ങളായി തുടരുന്ന പരിശോധന, അറസ്റ്റ്, ക്രിമിനലുകളെ പൂട്ടാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണോ പോലീസ്? ഈ കരവന അഖിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ പരിശോധന ഓപ്പറേഷൻ ആകുന്ന തരത്തിലൊരു പരിശോധന വ്യാപകമായി തന്നെ ആരംഭിച്ചത്. ഈ ഗുണ്ടകളെ പിടികൂടാൻ സംസ്ഥാന വ്യാപക പരിശോധന തന്നെ നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് കാര്യമായ തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നും പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസം 243 ക്രിമിനൽ കേസ് പ്രതികളെയാണ് പിടികൂടിയത്. അതിൽ 5 പേർക്കെതിരെ കാപ്പയും ചുമത്തിയിരുന്നു. കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട 53 പേരെ കരുതൽ തടങ്കലിലാക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നഗരപരിധിയിൽ 10 പേരെയാണ് പിടികൂടിയിട്ടുള്ളത്. ആയുധങ്ങൾ കൈവശം വെച്ചതിന് അറസ്റ്റിലായത് 4 പേരും, അതുപോലെ തന്നെ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 6 പേരും അറസ്റ്റിലായിട്ടുണ്ട്. വഞ്ചിയൂരിലാണ് മാരകായുധങ്ങളുമായി 4 അംഗ സംഘത്തെ പിടികൂടിയത്. അരുൺ, ആനന്ദ്, സിബിൻ, ആരോമൽ എന്നിവരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആയുധം കയ്യിൽ വെച്ചതിന് പിടികൂടിയത്. കരിമഠം കോളനി, കഴക്കൂട്ടം, ചെന്നിലോട് എന്നിവിടങ്ങളിൽ നിന്നാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഈ 3 പേരെ പിടികൂടി. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ആളുകളെ പിടികൂടാനുള്ള നീക്കത്തിലുമാണ് പോലീസ്. ശരി, ഓപ്പറേഷൻ ആഗ് 10 പേർ പിടിയിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും അഖിൽ ഷാ അൻസാർ.